എൻ്റെ കൈവശമുള്ളത് ഇന്നത്തെ ദേശാഭിമാനി പത്രമാണ്. അപ്പോൾ ദേശാഭിമാനിയാണ് നമ്മൾ ഇവിടെ വീട്ടിൽ വാങ്ങൽ. നമ്മൾ തൊട്ടടുത്ത് തന്നെ വായനശാലയുണ്ട്. വായനശാലയിൽ എല്ലാ പത്രവും കിട്ടും. അപ്പോൾ പൊതുവെ ദേശാഭിമാനി എന്ന് കേൾക്കുമ്പോൾ ഇതിൽ രാഷ്ട്രീയം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നവരാണ് ഒരു ഭൂരിപക്ഷം ആൾക്കാരും. എന്നാൽ രാഷ്ട്രീയമൊന്നും പറയാണ്ട് വാർത്ത കൊടുക്കുന്ന ഏതെങ്കിലും പത്രം ഉണ്ടാകും. ദേശാഭിമാനി എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ മുഖപത്രം എന്ന നിലയിൽ അതിൽ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമുണ്ടാവും. എന്നാൽ മറ്റ് പത്രങ്ങൾക്കൊന്നും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒന്നും പറയലുമില്ല. എന്നാൽ അതിന് മുഴുവൻ രാഷ്ട്രീയമായിരിക്കും. എന്നാൽ മറ്റ് പത്രങ്ങളിലെല്ലാം കണ്ടുവരുന്നത് ചില വാർത്തകളെല്ലാം തെറ്റാണ്, കൊടുത്തതിൽ പിശക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടെല്ലാം തിരുത്തുന്ന ഒരു പ്രവണത നമ്മൾ ഇടയ്ക്കെല്ലാം കാണലുണ്ട്. ദേശാഭിമാനിയിൽ പൊതുവെ വാർത്തകൾ തിരുത്തേണ്ട ആവശ്യം ഉണ്ടാകൽ കുറവാണ്. എന്നാൽ ദേശാഭിമാനിയിൽ രാഷ്ട്രീയം മാത്രമാണോ ഇല്ലത്? അല്ല, എല്ലാ വാർത്തകൾക്കും അതിൻ്റേതായ പേജ് നീക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനി പത്രം അടിച്ചു വരുന്നത്. പ്രാദേശിക വാർത്തകൾ മാത്രം കൊടുക്കുന്നതിന് പ്രാദേശിക പേജുകളുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായ വാർത്തകൾ കൊടുക്കുന്ന വിദ്യാഭ്യാസ പേജ് ഉണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് ഉതകുന്ന തരത്തിലുള്ള അക്ഷരമുറ്റം പേജുകളുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് പേജ് ഉണ്ട്. അതുപോലെ തന്നെ ദേശീയവും അന്തർദേശീയമായ വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനും പേജ് ഉണ്ട്. അപ്പോൾ എല്ലാ വാർത്തകൾക്കും അതിനനുസരിച്ചിട്ടുള്ള പേജുകൾ ദേശാഭിമാനിക്ക് നീക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ സ്പോർട്സ് പേജിലേക്ക് പോയാലോ മനോഹരമായ കളർ ചിത്രങ്ങളും അതുപോലെ തന്നെ ഇപ്പം ലോകകപ്പ് മത്സരം നടക്കുന്ന സമയമല്ലേ, കളി കാണാത്തവർക്ക് പോലും ഇത് വായിച്ചു കഴിഞ്ഞാൽ ആ കളിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് വായിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ഓരോ റിപ്പോർട്ടും അവർ കൊടുത്തിരിക്കുന്നത്. അത്ര മനോഹരമായിട്ട് കൊടുക്കുന്ന മറ്റൊരു പത്രം ഉണ്ടോ എന്ന് തന്നെ നമ്മൾ നോക്കണം. എല്ലാ പത്രത്തിലും സ്പോർട്സ് പേജ് ഉണ്ടാവും. പക്ഷേ എങ്കിൽ ഇത്ര ഈ ഒരു പാർട്ടി പത്രം എന്ന് വിലയിരുത്തുന്ന ഒരു പത്രത്തിലെ സ്പോർട്സ് പേജിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി സ്പോർട്സ് പേജ് വായിക്കുന്നവർക്ക് മത്സരമുണ്ട്, കളി പറയാം, കളം പിടിക്കാം, പ്രവചന മത്സരമുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസമല്ല ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പത്രത്തിൽ രാഷ്ട്രീയം മാത്രമല്ല എല്ലാ വിഷയങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കളി കാണാത്തവർക്ക് പോലും ഈ സ്പോർട്സ് പേജിലെ വാർത്തകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളി കണ്ട അതേ ഫീല് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇന്നത്തെ ഒരു വാർത്ത മെസ്സിൻ്റെ ഒരു വാർത്തയാണ്. കണ്ണീർ ചിരിയിൽ മെസ്സി. ഈ വാർത്ത ഒന്ന് നോക്കിയാലോ. ദുരന്ത നായകനായി തിരിച്ചു പോകാൻ ലയണൽ മെസ്സി ഒരുക്കമല്ലായിരുന്നു. ഈജിപ്തിനെതിരായ പ്രീ ക്വാർട്ടറിൻ്റെ ആദ്യഘട്ടത്തിൽ മൂടിക്കെട്ടിയ ആകാശം പോലെയായിരുന്നു മെസ്സിയുടെ മുഖം. ഒരു നീക്കം പോലും നിയന്ത്രിക്കാനാകാതെ നിശ്ചലനായി കളി തുടങ്ങി 15-ാം മിനിറ്റിലാണ് അർജന്റീന ലീഡ് വഴങ്ങുന്നത്. 6 മിനിറ്റിനുള്ളിൽ ഒപ്പമെത്താൻ അർജന്റീനയ്ക്ക് അവസരം കിട്ടിയതാണ്. പക്ഷേ മെസ്സിയുടെ പെനാൽറ്റി ഗോൾ കീപ്പർ മുസ്തഫ ഷൊബേർ തട്ടിയകറ്റി. 67-ാം മിനിറ്റിൽ ഈജിപ്ത് ഒരു ഗോൾ കൂടി നേടുന്നു. ലോകം മെസ്സിയെ നോക്കി. ഇനി എന്ത്? നിശ്ചിത സമയം അവസാനിക്കാൻ 23 മിനിറ്റ്, 2 ഗോളിന് പിന്നിൽ. പെനാൽറ്റി പാഴാക്കിയതിൻ്റെ പാപഭാരമായിരുന്നു നായകൻ. കണ്ണീരോടെയുള്ള മടക്കം കാഴ്ചക്കാർ മനസ്സിൽ കണ്ടു. പക്ഷേ അറ്റ്ലാന്റയിൽ പിന്നെ കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ തിരിച്ചുവരവ്. 14 മിനിറ്റിൽ 3 ഗോൾ. 39-കാരൻ മെസ്സിയിൽ അമ്പരപ്പിക്കുന്ന ഭാവപകർച്ച. എതിർ ഗോൾമുഖത്ത് അലസമായി നടക്കുന്ന കുറിയ മനുഷ്യൻ ചാട്ടുളി വേഗത്തിലാകുന്നത് കണ്ടു. ആ മായാജാലം വിട്ടുപോയിട്ടില്ല. കണ്ടു, കാത്തിരുന്നു. നിർണായക നിമിഷത്തിനായി ഊർജം കാത്തുവെച്ചു. ശരീരം ക്ഷീണിച്ചുണ്ടാകാം, പക്ഷേ ആ തലച്ചോറിന് ഇപ്പോഴും ചാട്ടുളിയുടെ മൂർച്ചയാണ്. പ്രതിഭ ശാശ്വതമാണ്. കളി തീരാൻ 11 മിനിറ്റ് ബാക്കി. വലതുഭാഗത്തു നിന്നുള്ള ത്രോ. മാർക്കറെ അനായാസം വെട്ടിയൊഴിയുന്നു. പന്ത് നിയന്ത്രിച്ചു. അളന്നു മുറിച്ച ക്രോസ് ബോക്സിലെ ക്രിസ്റ്റ്യൻ റൊമേറോയുടെ ഹെഡർ ചാരം കനലായി. അടുത്ത 4 മിനിറ്റ് 18 സെക്കൻഡ്. ബോക്സിൻ്റെ വലതുഭാഗത്ത് 2 ഈജിപ്ഷ്യൻ താരങ്ങളെ വെട്ടിയൊഴിഞ്ഞുള്ള മെസ്സിയുടെ ക്രോസ്. ബോക്സിൽ ലൗതാരോ മാർട്ടിനസിൻ്റെ തലയിൽ തട്ടിത്തെറിച്ചു. പന്ത് വീണത് ഗോൺസാലോ മോണ്ടിയലിൻ്റെ കാലിൽ. ബോക്സിലേക്ക് കുതിച്ചെത്തിയ മെസ്സിയിലേക്ക് തട്ടി. ഈജിപ്തിൻ്റെ 3 പ്രതിരോധക്കാർ വട്ടം കൂടുന്നതിനിടെ ഇടങ്കാലിൽ നിന്ന് വെടിപ്പാഞ്ഞു. ചരിത്രത്തിലെ വലിയൊരു അട്ടിമറിക്ക് കോപ്പ് കൂട്ടിയ ഈജിപ്തിൻ്റെ ഹൃദയം തകർന്നു. ഒടുവിൽ എൻസോ ഫെർണാണ്ടസിൻ്റെ ഗോളിൽ അർജന്റീന വിജയം കുറിക്കുമ്പോൾ മൈതാന മധ്യത്തിൽ മെസ്സി പൊട്ടിക്കരഞ്ഞു. സഹതാരങ്ങൾ നായകനെ വായുവിലേക്ക് ഉയർത്തി. ശേഷം ഓരോ സഹതാരങ്ങളും മെസ്സിയെ പുണർന്നു. കണ്ണീർ ചിരി പടർന്നു. ഒരു പന്ത് കളി കണ്ട അതേ ഫീലാണ് ഈ വാർത്തയിൽ ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് രാഷ്ട്രീയം മാത്രം പറയുന്ന പത്രം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നത്.
കളി കാണാൻ സാധിക്കാത്തവർക്ക് പോലും ഇതിലെ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ആ കളി കണ്ട അതേ ഫീല് കിട്ടും.